ആദ്യം ഞങ്ങൾ കണ്ടത് പശ്ചാത്തല സൗകര്യം വികസിക്കണം. അതിന് കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമ്മളോട് ശത്രുതാപരമാണ്, യുദ്ധപ്രഖ്യാപനമാണ്. മറ്റ് സംസ്ഥാനങ്ങളോട് എടുക്കുന്ന നിലപാടല്ല, ഒരു ബദൽ നയം വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് അവരെടുക്കുന്ന നിലപാട്. ഈ അവഗണനയെ അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ വിഭവശേഷി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഒന്നുപോലും മാറാതെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല, നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം. അതിന് ഭാവനാപൂർണമായ നിലപാടുകൾ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ നമുക്കാവില്ല. കേരള ഖജനാവിലാണെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള ഫണ്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവനാപൂർവ്വം എന്ത് ചെയ്യാനാവും നമുക്ക് കേരളത്തിൽ? കേന്ദ്ര ഫണ്ടല്ല, സംസ്ഥാന ഫണ്ടുമല്ല, കിഫ്ബിയുടെ ഭാഗമായിട്ട് സ്വരൂപിക്കപ്പെട്ട പണം 96,000 കോടി രൂപ കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി, നമുക്ക് പാലത്തിന് വേണ്ടി, നമുക്ക് റോഡിന് വേണ്ടി, ഈ നാഷണൽ ഹൈവേ 66 വേണ്ടി 5,680 കോടി രൂപ കൊടുത്തത് ഈ കിഫ്ബിയാണ്. അതില്ലെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല, നാഷണൽ ഹൈവേ ഉണ്ടാവില്ല. ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ 96,000 കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാവനാപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായി 96,000 കോടി. അപ്പോഴാണ് ആശുപത്രി കെട്ടിടമായത്, അതുകൊണ്ടാണ് പാലായത്, അതുകൊണ്ടാണ് റോഡ്, ലോകോത്തരമായ റോഡ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് എല്ലാ മണ്ഡലത്തിലും 140 മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടായി.